എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും അപ്കമിങ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ദേഷ്യം മാത്രമല്ല, ലക്ഷ്മി അമ്മയ്ക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. അച്ഛൻ്റെ ഫോട്ടോയൊക്കെ നോക്കി നിന്നിട്ട് ഇങ്ങനെ വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എത്ര കഷ്ടപ്പെട്ട ഈ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് പോരുന്നത്. അതിനിടയ്ക്ക് ഈ ശരത്ത് ഇവൻ എന്തിനും ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊക്കെ പോയി പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ വളരെയധികം സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ശരത്ത് അങ്ങോട്ട് വരിക. ശരത്ത് വന്നതും എന്താ അമ്മേ, എന്ത് പറ്റി? അമ്മ എന്തിനാ ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. നീ വന്നോ? നീ ഒറ്റൊരുത്തം കാരണമാടാ അങ്ങേര് നേരത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയത് എന്നൊക്കെ പറഞ്ഞ് ശരത്തിൻ്റെ നേരെ ലക്ഷ്മിയമ്മ അങ്ങ് ചെല്ലുക. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എടാ, നീയും നിന്റെ കൂട്ടുകാരൻ ആന്റണിയും കൂടിയുള്ള കൂട്ടുകെട്ട് കാരണം രേവതി അവൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിലോ രേവതിയെ തള്ളി താഴെ ഇട്ടു, അവിടെ തല പൊട്ടിയെന്നൊക്കെയാ പറയുന്നത്. എനിക്കത് ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. നീ ഒറ്റൊരുത്തം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മ ശരിക്കും അങ്ങോട്ട് സങ്കടപ്പെട്ട് പറഞ്ഞു. 2-3 അടിയൊക്കെ വെച്ച് ശരത്തിനിട്ട് കൊടുത്തു. ശരത്താണെങ്കിലോ അമ്മ ഇത് എന്താ ഈ കാണിക്കുന്നത്, ആന്റണി എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചു. എടാ, ഞാൻ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്, ഞാനിനി ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ദേഷ്യപ്പെട്ട് നിന്നപ്പോൾ ശരത്താണെങ്കിലോ പെട്ടെന്ന് തന്നെ അവൻ്റെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. ലക്ഷ്മി അമ്മ വേഗം തന്നെ ദേവുവിനെ വിളിച്ചിട്ട് വിവരമൊക്കെ പറഞ്ഞു. ദേവുവിനോട് ആശുപത്രിയിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മ പറയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശരത്ത് നേരെ വരികയാണ് അവൻ്റെ കൂട്ടുകാരൻ ആന്റണിയുടെ അടുത്തേക്ക്. അങ്ങനെ ആന്റണിയുടെ അടുത്ത് വന്നതും ആന്റണി നല്ല വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുക. നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് നല്ലപോലെ തല്ല് വാങ്ങി കൂട്ടിയിരിക്കുക. അങ്ങനെ സച്ചി തല്ലിയതാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിൻ്റെ അടുത്ത് പരാതിയൊക്കെ പറയുമ്പോൾ, എടാ എൻ്റെ ചേച്ചി ഇന്ന് ഇവിടെ വന്നോ? നീ എന്താ എൻ്റെ ചേച്ചിയെ ചെയ്തത്? ആന്റണി, നീയുമായിട്ടുള്ള കൂട്ടുകെട്ട് കാരണം ഞാൻ ആരോടൊക്കെയാണ് വഴക്കുണ്ടാക്കിയെന്ന് നിനക്കറിയാവോ? എന്നിട്ട് നീ എൻ്റെ ചേച്ചിയാണെന്ന് പോലും നോക്കാതെ എൻ്റെ ചേച്ചിയെ തള്ളി താഴെ ഇട്ടല്ലേ എൻ്റെ ചേച്ചിയുടെ തല പൊട്ടി പരിക്ക് പറ്റിയെന്നൊക്കെ അമ്മ പറഞ്ഞത്. ഇനി എന്തായാലും നീ എൻ്റെ ചേച്ചിയോട് മാപ്പ് പറയണമെന്നും പറഞ്ഞ് ശരത്ത് നിർബന്ധം പിടിക്കുമ്പോഴത്തേക്കിനും ആന്റണി ആണെങ്കിലോ മാപ്പൊന്നും പറയാൻ എനിക്ക് പറ്റില്ല, ഞാൻ നിന്റെ ഫ്രണ്ടൊക്കെ ആയിരിക്കും, പക്ഷേ രേവതി എന്നോട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചത്. അവള് മാത്രമല്ല, നീ കണ്ടില്ലേ എൻ്റെ മുഖത്തൊക്കെ പാട്, സച്ചി എന്നെ നല്ലതുപോലെ തല്ലിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ, അതെ ആന്റണി, ഞാൻ നിന്റെ ഫ്രണ്ടാണ്. ഇത്രയും കാലവും എൻ്റെ വീട്ടുകാരെയൊക്കെ തള്ളിയിട്ട് ഞാൻ നിന്റെ ഒപ്പം കൂടി പല പരിപാടികളും ഒക്കെ ചെയ്തു. അതൊന്നും മര്യാദ രീതിയിലുള്ള കാര്യങ്ങളല്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ കൂട്ടുകാരനല്ലേ എന്നൊക്കെ വിചാരിച്ച് എൻ്റെ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നീയുമായിട്ട് സഹകരിച്ചു പോന്നു. ഇനി എന്തായാലും എൻ്റെ ചേച്ചിയോട് നീ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് ശരത്ത് അവൻ്റെ മുഖത്ത് നോക്കി പറയാണ്. ശരത്ത് ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും അവിടെ നിൽക്കുന്ന മറ്റു കൂട്ടുകാർ പറഞ്ഞു, എടാ ആന്റണി, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണോ? അവൻ ദേഷ്യത്തിലാണല്ലോ പോയത്. എവിടം വരെ പോവാനാടാ? അവൻ പോയി കഴിഞ്ഞാൽ അധികമൊന്നും അങ്ങ് പോവില്ല. കുറച്ച് ദിവസം കഴിയുമ്പം അവൻ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ വരുമെന്നും പറഞ്ഞ് ആന്റണി ഇങ്ങനെ സംസാരിക്കുക. ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സച്ചിയും രേവതിയുമാണ്. രേവതിയുടെ തലയിൽ വട്ടം ഒരു വലിയ കെട്ടുമൊക്കെ കെട്ടി രേവതി ആശുപത്രിയിൽ ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സീൻ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ, 2-3 മണിക്കൂർ ഇവിടെ ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് പോയാൽ മതി. അപ്പം സച്ചിക്കാണെങ്കിൽ നല്ല ടെൻഷനാണ്. ഇവൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഡോക്ടറെ, നമുക്ക് സ്കാൻ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പം സ്കാനൊന്നും ചെയ്യേണ്ടി വരില്ല, എന്തായാലും ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നേ, ഒരു 3 മണിക്കൂർ ഒന്ന് ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് രേവതിയും സച്ചിയും കൂടി വെളിയിൽ ഒരു ചെയറിൽ വന്നിരിക്കുക. ആ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി നീ ഇവിടെ ഇരിക്കുക കേട്ടോ, ഒരുപാട് രക്തമൊക്കെ പോയതല്ലേ, ഞാൻ പോയിട്ട് കുറച്ച് ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാം. എനിക്കൊന്നും വേണ്ട സച്ചിയേട്ടാന്നും പറഞ്ഞ് രേവതി നമ്മുടെ സച്ചിയുടെ കയ്യിൽ പിടിച്ച് സച്ചി അവിടെ ഇരുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മര്യാദക്ക് ഇവിടെ പറയുന്നത് കേട്ടിരുന്നേ, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് സച്ചി നമ്മുടെ രേവതിയെ ആ ഒരു ചെയറിൽ ഇരുത്തിയിട്ട് അവൾക്ക് ജ്യൂസ് വാങ്ങാൻ പോവുക. ഈ സമയത്താണെങ്കിലോ ലക്ഷ്മിയമ്മയും ദേവും കൂടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ലക്ഷ്മിയമ്മ നമ്മുടെ രേവതിയെ കണ്ട പാടെ തന്നെ രേവതിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട്, എൻ്റെ മോളെ നിനക്ക് എന്താടി പറ്റിയത്?
അമ്മ എത്രമാത്രം വിഷമിച്ചെന്നോ. എൻ്റെ ദൈവമേ, ഈ തലയിലെ കെട്ട് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ദേവുവിനും ടെൻഷനായി. ചേച്ചിയുടെ തലയിൽ അതുമാതിരി ഒരു കെട്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ ദേവും ചോദിച്ചു, ചേച്ചി ഇതെന്താ ചേച്ചി സംഭവിച്ചത്? എന്ത് ചെയ്യാനടി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശരത്ത് വഴിതെറ്റി പോവരുതല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആന്റണിയുടെ അടുത്ത് പോയിട്ട് അവനോട് സംസാരിച്ചത്. പക്ഷെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശരത്ത് വരികയാണ്. ചേച്ചി എന്ന് വിളിച്ച് ചെല്ലുമ്പോഴത്തേക്കിനും ശരത്തിനെ കണ്ടതും ലക്ഷ്മി അമ്മയുടെ കൺട്രോൾ അങ്ങ് പോയി. ലക്ഷ്മി അമ്മ ശരത്തിനെ പിടിച്ചിട്ട് 2 അടി അങ്ങ് വെച്ചു കൊടുത്തു. കണ്ടില്ലടാ എൻ്റെ മോളുടെ തല പൊട്ടിയിരിക്കുന്നത്, നീ ഒറ്റൊരുത്തം കാരണമാടാ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു, അമ്മ അവനൊന്നും ചെയ്യണ്ട അമ്മേ, അവനെ വീട്. മോനെ ശരത്തെ, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നീ വിഷമിക്കൊന്നും വേണ്ട. ചേച്ചി ഇതിനൊക്കെ കാരണം ഞാനല്ലേ, എനിക്ക് മനസ്സിലായി ചേച്ചി, ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ശരത്ത് വളരെയധികം സങ്കടത്തിലും രേവതിയുടെ മുന്നിൽ ഇങ്ങനെ മാപ്പ് പറയുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് വരികയാണ്. എടാ ശരത്തി, നീ മാപ്പൊന്നും പറയണ്ട. നിനക്കറിയാലോ നമ്മുടെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തിയതെന്ന്. ആ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്കൊരു ജോലി കിട്ടണം. നീ ദേവുവിൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെയും കാര്യമൊക്കെ നോക്കണം. നിങ്ങളെയൊക്കെ ഇവരെ രണ്ടുപേരെയും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലടാ ഞാനൊരു ജീവിതത്തിലേക്ക് പോയത്. എന്തായാലും നമ്മുടെയൊക്കെ പ്രതീക്ഷ നീയാണ്. നീ ഒരിക്കലും ഇനി വഴിതെറ്റി പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവനെ ഉപദേശിക്കുകയാണ്. ചേച്ചി എനിക്ക് മനസ്സിലായി ചേച്ചി, ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി. ചേച്ചി എന്തിനാ ചേച്ചി ആന്റണിയുടെ അടുത്ത് ചെന്നത്? മോനേടാ, നീ ശീലമില്ലാത്ത പല കാര്യങ്ങളിലേക്ക് പോകുന്നതൊക്കെ ചേച്ചി അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ചേച്ചി അവിടെ പോയത്. പിന്നെ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ചേച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്കറിയാലോ സച്ചി ഏട്ടനെ നിന്നെ ശകാരിക്കുന്നത് നീ വഴിതെറ്റി പോകാണ്ടിരിക്കാനാ, അല്ലാതെ അദ്ദേഹത്തിന് നിന്നെ ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരത്തിനോട് സച്ചിയെക്കുറിച്ചുമൊക്കെ രേവതി സംസാരിച്ചു. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം സച്ചി അങ്ങ് കയറി വരികയാണ്. രേവതി ദാ ഇവിടെ ഇരിക്കെ, ജ്യൂസ് കുടിക്കെന്നും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കിനും ഞാൻ ജ്യൂസ് കുടിക്കാം. സച്ചിയേട്ടാ, സച്ചിയേട്ടനെ സിസ്റ്റർ തിരക്കിയായിരുന്നു എന്ന് പറഞ്ഞു. സച്ചി ആണെങ്കിലോ ഇവരെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് അവൻ ആ ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യങ്ങളുടെ പേപ്പറൊക്കെ ശരിയാക്കാൻ പോവാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രവി ആണെങ്കിൽ ഇരുന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത്. മരുമോളെ കാണുമ്പോഴോ രവി ചോദിച്ചു, എൻ്റെ മോളെ നിനക്കിത് എന്തു പറ്റി, എന്താ നിന്റെ തലയ്ക്കൊരു കെട്ടെന്നൊക്കെ ചോദിച്ചു. രേവതി ആണെങ്കിലോ അത് അച്ഛാ, നടന്ന സംഭവങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ ഒന്നും പറയണ്ട, ഇവള് റോട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ മറിഞ്ഞു വീണതാണ്. മറിഞ്ഞു വീണെന്നോ? എങ്ങനെ? ഇതെന്താ മോളെ ഈ പറ്റിയത്? നീ ഇങ്ങനെ ശ്രദ്ധയില്ലാതെയാണോ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം അതൊരു ബൈക്കുകാരൻ വന്നതാ അച്ഛാ. ബൈക്കുകാരൻ വന്ന സമയത്ത് ഞാൻ അങ്ങ് മാറാൻ പോയതും പെട്ടെന്ന് തന്നെ എൻ്റെ ബാലൻസ് തെറ്റി ഞാൻ അങ്ങനെ വീണു. ഒരു കല്ല് എൻ്റെ തലയിൽ കൊണ്ടതാണ്, അതാണ് ഇത്രയും വലിയൊരു കെട്ടെന്നൊക്കെ പറഞ്ഞ് രേവതി നമ്മുടെ രവിയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ചന്ദ്ര അങ്ങോട്ട് വന്നു. ചന്ദ്ര രേവതിയുടെ തലയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു കെട്ടൊക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ നമ്മുടെ ചന്ദ്രമതിക്ക് രേവതിയോട് എവിടെ നിന്നില്ലാത്തതാണോ എങ്ങനെയോ ഒരു സ്നേഹം അവിടെ പൊട്ടി മുളച്ചു. ചന്ദ്ര വന്ന് നമ്മുടെ രേവതിയോട് ചോദിച്ചു, അല്ല ഇതെന്താ നിന്റെ തലയ്ക്ക്, ഇതെന്ത് പറ്റി, എന്തേ വണ്ടിയിൽ നിന്ന് വീണതാണോ എന്ന് ചോദിക്കുക. അത് നോക്കി നടക്കാതെ പറ്റിയപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത് അമ്മയെന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ഏതു നേരവും പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്, അല്ലാതെ വേറെ ഒരു കാര്യം ചെയ്യില്ല. നിനക്കിവിടെ എങ്ങാനും അടങ്ങിയിരിക്കാൻ മേലെ രേവതി എന്ന് ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് സച്ചിയും രേവതിയും മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്താണപ്പോ ഈ അമ്മ ഈ പറയുന്നത്? അമ്മ ഇങ്ങനെയൊന്നും പറയുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ. അങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുമ്പം, അല്ല അപ്പൊ നിന്റെ തലയൊക്കെ പൊട്ടിയ സ്ഥിതിക്ക് ഇന്ന് നീ ഭക്ഷണം ഉണ്ടാക്കില്ലായിരിക്കും അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മേ, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ടാബ്ലറ്റ് കഴിച്ച സമയത്ത് എനിക്ക് വേദനയ്ക്കൊക്കെ ഒരു കുറവുണ്ട്, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. വേണ്ട ഇനിയിപ്പം ഈ വേദനയൊന്നും സഹിച്ച് നീ ഇനി ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം പറഞ്ഞ് ചന്ദ്ര കിച്ചണിലേക്ക് പോവാണ്. ചന്ദ്രമതിയുടെ മാറ്റം കണ്ട് നമ്മുടെ സച്ചിയും രേവതിയും രവിയും ഒക്കെ അമ്പരന്ന് നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ദാ രേവതിക്ക് കുടിക്കാനായിട്ട് ചൂട് കഞ്ഞിയൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി വരുന്നതാണ്.
സച്ചി അടുത്തേക്ക് വന്നിട്ട് രേവതിക്ക് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുമ്പം രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടന് എന്താ പറ്റിയത്? എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത് കാരണം സങ്കടമാണോ എന്നൊക്കെ ചോദിക്കുമ്പം, അതേടി ഇങ്ങനെയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദേ ഇനി ഇതുപോലെ ചോദിക്കാനും പറയാനും ഒന്നും ഞാനില്ലാതെ പോവണ്ടാട്ടോ. എന്താ എപ്പോ എങ്ങനെയാ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല സച്ചിയേട്ടാ, ഞാൻ ശരത്തിന്റെ ഭാവി ആലോചിച്ചപ്പോഴത്തേക്കിനും അവൻ അങ്ങനെയുള്ളൊരു മോശം കൂട്ടുകെട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുടുംബം പോയില്ലേ, അതാലോചിച്ചാൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സച്ചി സ്നേഹത്തോടു കൂടി രേവതിക്ക് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുക. അങ്ങനെ അവര് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു സമയം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ദാ ആ ഒരു ഗുണ്ടയുണ്ടല്ലോ ആന്റണി, അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന കാഴ്ചയാണ്. അവന്റെ അടുത്ത് ചെന്നതും, എന്താ മേഡം വന്നത്? മേഡത്തിന് ഇനിയും പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് വേറൊരു സഹായം വേണം. നിങ്ങൾ അന്ന് ഒരുത്തനെ എൻ്റെ അടുത്ത് നിന്നും ഒരു ശല്യക്കാരനെ ആട്ടി ഓടിച്ചില്ലേ, അവൻ വീണ്ടും വന്നിട്ടുണ്ട്. അവൻ വീണ്ടും വന്നെന്നോ? അവനെ ഞങ്ങൾ അന്ന് തന്നെ ജയിലിലാക്കിയതാണല്ലോ, പിന്നെ അവൻ എങ്ങനെ ഇപ്പം വന്നത് എന്നൊക്കെ ചോദിച്ച് ഈ ആന്റണി ശ്രുതിയോട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പൊ ശ്രുതി പറഞ്ഞു, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവൻ വന്നിട്ടുണ്ട്. എന്തായാലും അവന്റെ ശല്യം നിങ്ങളൊന്നും അവസാനിപ്പിച്ചു തരണം. പൈസ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. അതിനെന്തിനാ പൈസ? അപ്പൊ ഇവ മനസ്സിലാലോചിക്കുക, സച്ചിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പണി തന്നെയാണ്. സച്ചിയുടെ ചേടത്തിയാണല്ലോ ശ്രുതി. അപ്പൊ ശ്രുതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സച്ചിക്കും രേവതിക്കും എതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തില് ശ്രുതിയെ കൂട്ടുപിടിക്കുകയാണ് ആന്റണി. അത്തരത്തിലുള്ളൊരു ഗംഭീര വിശേഷമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.